ഞാൻ പടം കാണാൻ പോയേക്കായിരുന്നു. ഞാൻ പടം കാണാൻ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. ഗൈസ്, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞ ആട് 3 പോലും ഞാൻ കണ്ടില്ല ഇതുവരെ. ഞാൻ ആട് 3 കണ്ടില്ല. ഞാൻ ദുരന്തർ 2 കണ്ടില്ല, ഒന്നും കണ്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് നമ്മുടെ അലനില്ലേ, അലൻ ശരിക്കും നമ്മുടെ ഒരു OG വ്യൂവറാ. അതായത് നമ്മുടെ സ്ട്രീമിന്റെ ഒരു OG വ്യൂവറാ. അവൻ പണ്ട് തൊട്ടേ നമ്മുടെ സ്ട്രീംസ് എല്ലാം കാണുന്ന ഒരു പയ്യനാട്ടോ, മനസ്സിലായോ? അപ്പൊ അവൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നാളെയാണ് ഈകളെ പടം ഇറങ്ങണത്, പോയി കാണണം, പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടാ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫിലിം കാണാൻ പോയപ്പം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചൊരു വാഴ 2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ല ശരിക്കും പ്രതീക്ഷിച്ചത്. ആദ്യത്തെ 1 കണ്ട് നമ്മൾ ഓൾറെഡി ഫാനായി പോയതാണല്ലോ. അപ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് പ്രതീക്ഷിച്ചത് കേട്ടാ. സാറേ, ഞാൻ ഗൈസ് ഒരു സ്പോയിലേഴ്സും ഞാൻ പറയത്തില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണേ. സാധാരണ നമ്മൾ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഓക്കെ ഒരു അച്ഛനമ്മ ബന്ധം, അല്ലെ അമ്മ മോൻ ബന്ധമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലവർ, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്തുനിന്ന് അതായത് ഒരു അനിയത്തി ചേട്ടൻ ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മ അച്ഛൻ, അച്ഛൻ മോന്, അമ്മ മോന്, ഫ്രണ്ട്സ് തമ്മിൽ എല്ലാം ഉണ്ട്. ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആണ്. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ വെറുതെ ഓവറായിപ്പോഴാണ് പറയാം. ഞാൻ അങ്ങനെ സിനിമ കണ്ട് കരയാറില്ല സത്യം പറഞ്ഞാൽ. ഇതാണെങ്കിൽ ഞാൻ ലെക്സിൽ പോയി കണ്ട്, ഞാനും വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു, വിനീതും ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്ന എല്ലാവരും കരഞ്ഞോട്ടൊക്കെ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സീൻ പ്രത്യേകിച്ച് ചേട്ടൻ അനിയന്മാരുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. ആൻഡ് എന്താ പറയാ, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, ഫിലിം പ്രൊമോഷനും അങ്ങനത്തെ പ്രൊമോഷൻ സാധനങ്ങളൊന്നും ഞാൻ വന്നിട്ട് ചുമ്മാ തള്ളി പറയൂല. പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയില്ല, അത്രയും ഹൈപ്പുള്ള പടങ്ങൾ പോലും ഞാൻ വേണമെങ്കിൽ റിവ്യൂവിന് വേണം അങ്ങനെ പറയാനാണെങ്കിൽ ആടൊക്കെ കണ്ടിട്ട് വന്ന് പറയാം. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയല്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഗൈസ്, ഗോ എൻജോയ് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അപ്പൊ എല്ലാവർക്കും സ്പോയിൽ ആക്കില്ലേ ബ്രോ? ഞാൻ എന്ത് സ്പോയിലർ പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും സ്പോയിലർ പറഞ്ഞോ? ഒരു സ്പോയിലറും പറഞ്ഞില്ല. എനിക്കറിയാം, ഞാനൊരു ഫിലിം കാണുന്ന ആളാ. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ സ്പോയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് മുമ്പിത്തരം പറയൂല. അതാണ് ഞാൻ മനസ്സിലാക്ക്. അപ്പൊ ഞാൻ സ്പോയിലേഴ്സ് പറയൂല. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും 10 അവിടെ ബ്രോ. ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, ഞാൻ 10ൽ 10 കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം, സീരിയസ് ആയിട്ട്. ദേവുടെ ഇഷ്ടപ്പെട്ടില്ലേ? ദേവുടെ പടം ഇഷ്ടപ്പെട്ടില്ലേ? ദേവുടെ ഇഷ്ടപ്പെട്ടു കേട്ടാ. ദേവുടെ ഇഷ്ടപ്പെട്ടു. ചോദിച്ചു നോക്ക്. ദേവുടെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ദേവുടെ അടിപൊളിയല്ലായിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ? അടിപൊളി പടം അല്ലായിരുന്നോ? അടിപൊളി പടം അല്ലായിരുന്നോ? ചാറ്റ് എവിടെ? ദേവുടെ പറ, അടിപൊളി പടം അല്ലായിരുന്നോ? എല്ലായിടത്തും പറ അടിപൊളി പടമായിരുന്നോ? ഒരു ഉമ്മ കൊടുത്തേ, എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടു ഒരു ഉമ്മ കൊടുത്തേ. പല്ലൊക്കെ വന്ന് പല്ല് കാണിച്ചു കൊടുത്തേ. പല്ല് കാണിച്ചു കൊടുത്തേ. ഓ, അത് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതിന്റെ ആണ് കേട്ടാ. പല്ലൊക്കെ വന്ന് പല്ല് വന്നേ, ഞങ്ങൾക്ക് പല്ല് വന്നേ. മേളില് 4 പല്ലും താഴെ 2 പല്ല് വന്നു കേട്ടോ. 6 പല്ല് വന്നു ചെറുക്കിന്. 6 പല്ല്. മറ്റേ ബീന്റെ ഒക്കെ ചെകിള പൊളിച്ചു നോക്കൂലേ, അതുപോലെയാണ് ചെറുക്കന്റെ വാ പൊളിച്ചു നോക്കണേ. കണ്ണെന്തി? അത് കണ്ണാണ്, അത് മൂക്കല്ലേ? കണ്ണെന്തിയാടാ? ഉമ്മയാണോ തരുന്നേ? ഓ അയ്യോ, ഞങ്ങൾക്ക് ഉറക്കം വരുക. ഇവിടുത്തെ തിയേറ്ററിൽ അടിനാശം, വെള്ളപ്പൊക്കം. അവളുടെ ഒരു ടിക്കറ്റ് അങ്ങ് വെറുതെ കളഞ്ഞേട്ടാ. അവളെ കൊണ്ട് വെളിയിൽ പോയി അടിനാശം, വെള്ളപ്പൊക്കം ഉണ്ടാക്കി. പുറകിലിരിക്കുന്ന തള്ളക്കി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് പറഞ്ഞ് എടുത്തോണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. അവൾ അപ്പോഴും എടുത്തോണ്ട് ഓടി. ഓ പണ്ടേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ നിങ്ങൾക്കത് ഇപ്പോഴും കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവുമായിരിക്കും. ഞങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ പറയുമായിരുന്നു, ഓ ഈ പിള്ളേരുടെ ഓരോ കാറില് ഇത് കൊണ്ടൊക്കെ എന്തിനാ തിയേറ്ററിൽ വരുന്നത്, വീട്ടിലിരുന്നൂടെ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കും. അപ്പുറത്തേക്കുന്ന ആൾക്കാരുടെ ക്യാ ഒത്തിരി ചെറിയ
അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഇപ്പൊ ഊഹിക്കാതേ ഉള്ളൂ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നമുക്ക് നേരെ സിറ്റിയിലോട്ട് കയറാം. എന്താ ഞാൻ സിറ്റിയിലോട്ട് കയറട്ടെ, കയറട്ടെ, അവനെ കൊണ്ടുവെക്കും. ടാറ്റ ടാറ്റ. ബഹളം വെക്കും. പോട്ടോ. രാമായണ ടീസർ ഇന്ന് നമുക്ക് നാളെ ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻ ചെയ്യാടാ. നാളെ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രം എന്തായാലും ഒരു സ്ട്രീം ചെയ്യുന്നുണ്ട്. നാളെ റിയാക്ഷൻ ചെയ്യാം. നാളെ ഡിസ്കോഡ് നോക്കാം. കുറെ ട്രെയിലർ വന്നിട്ടുണ്ട്, ഞാൻ ഒന്നും കണ്ടില്ല. മറ്റേ കത്തല ഇന്നുവരെ വന്നിട്ടുണ്ട്, എന്നും വന്നില്ല.